കിളിമാനൂരിൽ വാഹനാപകടത്തിൽ മരിച്ച രജിത്തിന്റെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയതിൽ പോലീസ് കേസെടുത്തു. 8 പേർക്കും കണ്ടാലറിയാവുന്ന 50 പേർക്കുമെതിരെയാണ് കേസ്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും കലാപശ്രമത്തിനുമാണ് കേസെടുത്തത്. അനന്തകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. അനന്തൻ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? മൂത്തി വാഹനാപകടത്തിൽ മരിച്ച രജിത്തിന്റെ മൃതദേഹവുമായി ഇന്നലെയാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധം നടത്തിയത്. MC റോഡ് പൂർണ്ണമായും സ്തംഭിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. തുടർന്ന് ഈ ഗതാഗത തടസ്സം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് MLA-യുടെയും DYSP-യുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള അനുരഞ്ജന ശ്രമത്തിനൊടുവിലാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. അതിലാണ് ഇപ്പോൾ കിളിമാനൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 8 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയുമാണ് കേസ്. അതിൽ ഒന്നാം പ്രതി സിജിമോൾ എന്ന വ്യക്തിയാണ്. അദേശ് സുധർമ്മൻ, അനീസ്, ഷെഫിൻ, കൃഷ്ണരാജ്, ശ്യാംനാഥ്, അമ്പാടി, കുഞ്ഞുമോൻ, ഇതുകൂടാതെ കണ്ടാലറിയാവുന്ന 50 പേർ എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും കലാപശ്രമത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രജിത്ത് മരിച്ചത്. ഈ മരണത്തിനിടയാക്കിയത് രജിത്തും ഭാര്യയും സഞ്ചരിക്കുന്ന ബൈക്കിൽ ഒരു ഥാർ ജീപ്പ് ഇടിച്ചതാണ്. അത് ഈ മാസം 4-ാം തീയതി ആണ് കിളിമാനൂർ പാപ്പാലയെ വെച്ച് അപകടം ഉണ്ടാകുന്നത്. ഇടിച്ച ശേഷം നിലത്ത് വീണ രജിത്തിന്റെ ഭാര്യ അംബികയുടെ ദേഹത്തേക്ക് പിന്നെയും ഈ ജീപ്പ് ഓടിച്ചു കയറ്റി എന്നുള്ള ഒരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അംബിക ചികിത്സയിൽ കഴിയുമ്പോൾ മരിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് രജിത്തും ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണപ്പെട്ടത്. ഇതോടുകൂടി ഈ ജീപ്പിലുണ്ടായിരുന്നവർക്കെതിരെ നടപടി എടുത്തില്ല, അവരെ അറസ്റ്റ് ചെയ്തില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാരും ബന്ധുക്കളും മൃതദേഹവുമായി പ്രതിഷേധിച്ചത്. ഇതിലാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.